ഹലോ ഡിയേഴ്സ്. അപ്പോഴേ എന്നാന്ന് വെച്ചാൽ നമുക്കിന്നൊരു ചൂട് ഉള്ളിവട കഴിച്ചാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും സെറ്റാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് മൈദയും ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ റവ ഉണ്ടല്ലോ, റവ ചേർക്കണ്ടേ. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നമ്മുടെ പൊടികൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഞാനത് ഫ്രൈ ചെയ്യുന്നത് വീഡിയോ എടുത്തിട്ടില്ല ഗൈസ്. എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. വേറെ ഒന്നുമല്ല, എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ചാർജ് തീർന്നു പോയി. അങ്ങനെ ഞാൻ ഓൾറെഡി എല്ലാം സെറ്റാക്കി വറുത്ത് ഫ്രൈ ഒക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ചൂടൻ സാധനമായതുകൊണ്ട് ആ റവയൊക്കെ ഇട്ടതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല കറുമുറാന്നിരിപ്പുണ്ട്. ഒരു രക്ഷയില്ലാത്ത സാധനം. ഇത് ഉള്ളിവടയാണോ ഉള്ളിയിട്ടൊരു വടയാണോ ഒരു പിടിയും കിട്ടില്ല ഗൈസ്. പക്ഷേ എനിക്കിത് കണ്ടിട്ടുണ്ടല്ലോ, ഉഴുന്നുവട ഉണ്ടല്ലോ, വടയും ചമ്മന്തിക്കറിയും കഴിക്കത്തില്ലേ നമ്മൾ, ആ ഒരു കണ്ടപ്പോൾ ഓക്കെ. എന്തായാലും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ചൂടോടെ ആ മയോണൈസിനകത്തൊക്കെ അങ്ങോട്ട് മുക്കി അങ്ങോട്ട് കഴിച്ചപ്പോൾ സത്യം പറയാമല്ലോ, എനിക്കാണെങ്കിൽ ഓൾറെഡി നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പ് വെച്ചാൽ നല്ല വിശപ്പാണ്. എനിക്കൊന്ന് ആ വിശപ്പോടെ കഴിച്ചത് കൊണ്ടായിരിക്കാം അതിന് ഭയങ്കര ടേസ്റ്റായിരുന്നു ഗൈസ്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഒരുപാട് അറിയാമായിരുന്നു കേട്ടോ. നമ്മുടെ ഉള്ളിവട ആ മയോണൈസിലോട്ട് അങ്ങോട്ട് മുക്കി അങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ, നല്ല ക്രീമി മയോണൈസായിരുന്നു. വെറുതെ പറഞ്ഞല്ല ഗൈസ്, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്ന സമയത്ത് ഞാൻ കഴിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയുള്ള